നമസ്തേ. അതിജീവതയെ അധിക്ഷേപിച്ചവർക്കെതിരെ കുരുക്ക് മുറുകുന്നു. 4 പേർക്കെതിരെ കേസ്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഉടൻ. അറിഞ്ഞോക്കാം പ്രധാന തലക്കെട്ടുകൾ. അതിജീവതയെ അപമാനിച്ചവർക്ക് കുരുക്ക്. രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. ER ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നു. ഉടൻ അറസ്റ്റ്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെ 3 പേർക്കെതിരെയും കേസ്. സന്ദീപ് 4ാം പ്രതി. തരം താണ നീക്കം. KPCC ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിൽ. രാഹുലിനെ തേടി SIT. പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിർണായക പരിശോധന. പേഴ്സണൽ സ്റ്റാഫുമാരെയും ചോദ്യം ചെയ്തു. യുവതിയുടെ മൊഴി സാധൂകരിച്ച് ഡോക്ടർമാർ. അമിത രക്തസ്രാവമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് സ്ഥിരീകരണം. യുവതിക്ക് പോലീസ് സംരക്ഷണം. കുടുംബത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് നീക്കവുമായി ഇടത് വലത് മുന്നണികൾ. സമരം ഏകപക്ഷീയമായി അവസാനിപ്പിച്ച ഒരു വിഭാഗം. സമരം അവസാനിപ്പിക്കുന്നത് ന്യായീകരണമില്ലാതെ. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് മുനമ്പം ജനത. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സമയപരിധി നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയം. കേരളത്തിലടക്കം 12 സംസ്ഥാനങ്ങൾക്ക് സമയപരിധി നീട്ടി നൽകി. കരട് പട്ടിക ഡിസംബർ 16-ന്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-ന്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തി SIT. ദ്വാരപാലക പാളി കൊണ്ടുപോകാൻ ബോർഡ് അനുമതി തേടിയിരുന്നു. അനുമതി നൽകിയെന്നും ഒറ്റിയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും തന്ത്രി. പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. സുപ്രധാനമായ നിരവധി ബില്ലുകൾ പരിഗണനയിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷ ബഹളത്തിന് സാധ്യത. രാജ്ഭവനിന് ലോക് ഭവൻ ഉത്തരവിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നടപ്പാക്കുന്നത് കേരള ഗവർണർ അർലേക്കറുടെ നിർദ്ദേശം. കേരള രാജ്ഭവൻ തിങ്കളാഴ്ച പുതിയ പേര് സ്വീകരിക്കും. റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 350 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. രോഹിത്തിനും രാഹുലിനും അർദ്ധ സെഞ്ചുറി. ഏകദിനത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന താരമായി രോഹിത് ശർമ്മ. വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക പീഡന കേസിലെ അതിജീവതയെ അപമാനിച്ചെന്ന കേസിൽ കസ്റ്റഡിയിലായ രാഹുൽ ഈശ്വറെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അതിജീവതയുടെ പരാതിയിൽ സൈബർ പോലീസിന്റേതാണ് നടപടി. തിരുവനന്തപുരം ER ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളായ രഞ്ജിത പുളിക്കൻ, സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരെയും പ്രതി ചേർത്തു. വിശദാംശങ്ങളുമായി S ശാലിനി ചേരുകയാണ്. ശാലിനി, സന്ദീപ് രാഹുൽ ഈശ്വരെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. മണിക്കൂറുകളായി ചോദ്യം ചെയ്യലൊപ്പം കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. മറ്റ് 3 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണോ സാധ്യത? KP, 2 സാധ്യതകളാണ് ഇക്കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊന്ന്, കസ്റ്റഡിയിലെടുത്തു, ഇനിയിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കി മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കും. എന്തായാലും 2 മണിക്കൂറോളം അടുക്കുന്നു. രാഹുൽ ഈശ്വറിനെ ഇവിടെ ER ക്യാമ്പിൽ, നന്ദാവനത്തെ ER ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതായത് വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴി അതിജീവതയെ അപമാനിച്ചു, അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടു, കുടുംബജീവിതം, ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അടക്കമുള്ളവരുടെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടു എന്നുള്ള പരാതിയിന്മേലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇരയുടെ പേര് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഈ മണിക്കൂറിലും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാഹുൽ മാത്രമല്ല, ഈ സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയ, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഇരയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ, സൈബർ ഇടങ്ങളിൽ ഈ
പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയ, അതുമായി ബന്ധപ്പെട്ട റൈറ്റപ്പുകൾ എഴുതിയ, ചിത്രങ്ങളടക്കം പുറത്തുവിട്ട നിരവധി പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേസിൽ 4ാം പ്രതിയായി സന്ദീപ് വാര്യരുണ്ട് എന്നുള്ളതാണ്. സന്ദീപ് വാര്യരിന്റെ വാളിലുണ്ടായിരുന്ന വിവാഹ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ മറ്റ് ആളുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിന്നും എടുക്കുകയും അത് പിന്നീട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതുമാണ് കണ്ടെത്തൽ. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന് സമാനമായ രീതിയിൽ തന്നെ സന്ദീപ് വാര്യരും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതും ഈ കേസിന് ആധാരമായിട്ടുണ്ട്. മറ്റൊന്ന്, 1ാം പ്രതിയായിട്ടുള്ളത് രഞ്ജിത പുളിക്കനാണ്. മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറിയാണ്. ഇവരും ഈ പെൺകുട്ടിയുടെ ഗർഭം വ്യാജമാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും റൈറ്റപ്പുകളും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഷെയർ ചെയ്തിരുന്നു. ഇത് നിരവധി പേർ ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ വ്യക്തി ജീവിതം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം അവിടെയും ഉണ്ടായി. ഇവർക്കെതിരെയും ഇപ്പോൾ പ്രതി പട്ടികയിൽ ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. മറ്റൊന്ന്, 2ാം പ്രതിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ്. ഈ അഭിഭാഷകയും സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ 2ലധികം ദിവസങ്ങളായി ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ, പെൺകുട്ടിയെ എതിരായിട്ടുള്ള രീതിയിൽ, ഒപ്പം തന്നെ രാഹുലിനെ വെള്ളപൂശിക്കൊണ്ടും രാഹുലിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, അത് നിയമസഹായം വേണമെങ്കിൽ അതടക്കം നൽകാം, ഈ പെൺകുട്ടിയുടെ വ്യാജഗർഭം പുറത്തു വരേണ്ടതായിട്ടുണ്ട്, അത് വ്യാജമാണ് എന്ന രീതിയിൽ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ, പെൺകുട്ടി മുൻപും സമാനമായ രീതിയിൽ പല ആണുങ്ങളുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള റൈറ്റപ്പുകൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവച്ചിട്ടുണ്ട്. ഈ ദീപ ജോസഫിനെയും കേസിൽ 2ാം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിവിധ വകുപ്പുകൾ, സൈബർ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ഈ കേസിൽ വിവിധ വകുപ്പുകൾ, സൈബർ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്, അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ഒപ്പം മറ്റ് പ്രതികൾക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം, കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്നവർക്ക് സമൂഹത്തിന് മുന്നിൽ കൃത്യമായ താക്കീത്, കൃത്യമായ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുകയും വേണം. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവർക്കെതിരെ എല്ലാം എടുത്തിട്ടുള്ളത് സമാനമായ വകുപ്പുകൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ BNS 72, BNS 79, BNS 351, IT ആക്ട് 43, 66 എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്, കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ ഇവർക്ക് എതിരെ എടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗവും ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുള്ളത്. മറ്റ് 4 പ്രതികൾക്കെതിരെയും സമാനമായ വകുപ്പുകൾ തന്നെ ചുമത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വരും മണിക്കൂറിൽ ഇവരുടെ കസ്റ്റഡി, ഇവരുടെ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ AR ക്യാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രകാരം രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ദീപ AR ക്യാമ്പിനുള്ളിലാണ് ഉള്ളത്. അല്പസമയം മുമ്പ് ദീപ പുറത്തേക്ക് പോയിരുന്നു. മാധ്യമങ്ങളോട് ആ സമയത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദീപ എടുത്തിട്ടുള്ള നിലപാട്. എന്തായാലും ഇനി അഭിഭാഷക എന്ന രീതിയിൽ തന്നെയാണോ അകത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ദീപ AR ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. എന്തായാലും ഈ രാഹുൽ ഈശ്വറിന്റെ പ്രവൃത്തി നമ്മൾ എല്ലാവരും കണ്ടതാണ്. നിരന്തരം വീഡിയോ, ഏകദേശം 12ഓളം വീഡിയോകളാണ് ഈ അതിജീവതയെ അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ പുറത്തിറക്കിയത്. ഒരുപക്ഷെ ഈ രാഹുലിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണോ രാഹുൽ ഈശ്വർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് നേരത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മതമൗലികവാദികളുമായി അടക്കം ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വർ. ഒപ്പം ഈ ഒരു ഘട്ടത്തിൽ പേരും പെരുമയും ഒന്നുകൂടി പൊലിപ്പിക്കുക. കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ വന്ന് വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. സമൂഹം ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വരാണ് പൊതുജന ശ്രദ്ധ നേടാനും പണമടക്കം വാങ്ങിക്കൂട്ടിയോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലും നടത്തിയിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് മുന്നിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുന്ന ഇടപെടൽ നടപടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഒപ്പം ഏറ്റവും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പോലീസ് വാഹനങ്ങൾ കടന്നു പോവുകയാണ്. ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശാലിനി?
നിലവിൽ KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസത്തോളമായി ഏകദേശം 12-ലധികം വീഡിയോകളാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. AI ക്രിയേറ്റഡ് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലും രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ, ചില മാധ്യമങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ, ജനം TV അടക്കമുള്ള മാധ്യമങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചില അപമാനിക്കൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. രാഹുൽ ഈശ്വറിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയാണോ, സൈബർ ഇടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സൈബർ വിങ്ങിൽ നിന്ന് പണം വാങ്ങിയാണോ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്തത് എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളൊക്കെ ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്. എന്തായാലും KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ കൂടി, അതായത് ഇന്ന് ദിവസം 2 വീഡിയോകൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷവും അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെ അടക്കം പരാമർശിച്ചുകൊണ്ടും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുമായിരുന്നു ഈ അവസാന വീഡിയോയും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മില്യൺ വ്യൂസ് ആണ് പല വീഡിയോയ്ക്കും ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത വീഡിയോസ് അടക്കം ഉള്ള വീഡിയോകൾ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരണമുണ്ട്. അത് ഷെയർ ചെയ്ത് അത് കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം ഇക്കാര്യത്തിൽ എന്തായിരിക്കും പോലീസ് സ്വീകരിക്കുന്ന അന്തിമ നടപടി, നിലപാട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഒരു ഭാഗത്ത് അറസ്റ്റാണോ, മറുഭാഗത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയാണോ എന്നുള്ളത് എന്തായാലും വരും മണിക്കൂറിൽ കണ്ടറിയാം. എന്തായാലും 2 മണിക്കൂറിലധികമായി രാഹുൽ ഈശ്വർ എന്ന ബ്ലോഗർ, ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഇരയെ അപമാനിച്ച ആ വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. KP ഇപ്പോൾ മണിക്കൂറുകളായി എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തന്നെ നിരവധി മണിക്കൂറുകളുടെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ സൈബർ പോലീസാണ് ചോദ്യം ചെയ്തത്. ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ശാലിനി? നിലവിൽ ഔദ്യോഗികമായ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല KP. കാരണം ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇത് ഈ AR ക്യാമ്പിന് ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ വീഡിയോ ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ AR ക്യാമ്പിലേക്ക് രാഹുൽ ഈശ്വറിനെ വിളിപ്പിച്ചത്. രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ദീപ അടക്കമുള്ളവർ ചേർന്ന് 2 പേരും കൂടിയാണ് ഇവിടേക്ക് വരികയും ചെയ്തത്. അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ചോദ്യം ചെയ്യൽ 1 മണിക്കൂർ പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി രേഖപ്പെടുത്തുന്നു, കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം ഭാര്യ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ 2 മണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയുടെ ലിങ്കുകൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ പേര് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് ഈ ചോദ്യം ചെയ്യൽ ഈ മണിക്കൂറിൽ തുടരുന്നത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ചെയ്ത കുറ്റം സമ്മതിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിവിധ IT വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് ഈ ഘട്ടത്തിലും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്നത് AR ക്യാമ്പിൽ. KP അതിജീവിതയെ അപമാനിച്ച കേസിലാണ് കസ്റ്റഡിയിലായ രാഹുൽ ഈശ്വർ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയുടെ പരാതിയിൽ സൈബർ പോലീസിൻ്റെതാണ് നടപടി. ഒപ്പം 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രഞ്ജിത പുളിക്കൻ, സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്, രാഹുലടക്കം 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളാണ് എയർ ക്യാമ്പിന് മുന്നിൽ നിന്നും ഈ ശാലിനി നൽകിയത്. രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ അന്വേഷണ സംഘം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം 4 മണിക്കൂർ നീണ്ട പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതേസമയം ഒളിവിൽ പോയ സമയം വരെയുള്ള രാഹുലിന്റെ CCTV ദൃശ്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും എത്തിയ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഫ്ളാറ്റിൽ അടക്കം പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ അതിജീവിതയെ ഫ്ളാറ്റിൽ എത്തിച്ച സമയത്തുള്ള ദൃശ്യങ്ങൾ സംഘത്തിന് ലഭിച്ചിട്ടില്ല. രാഹുൽ ഫ്ളാറ്റിൽ നിന്നും അവസാനമായി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി 3 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ രാഹുലിനെ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് സൂചന. രാഹുലിന്റെ മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. രാഹുൽ മുങ്ങിയ വഴി കണ്ടെത്താൻ പാലക്കാട് പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ 9 ഇടങ്ങളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിൽ നിന്നും മുങ്ങിയതു മുതലുള്ള ദൃശ്യങ്ങൾ ആണ് പരിശോധിച്ചത്. SITയുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് പരിശോധന നടത്തിയത്. ക്യാമറാമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം, പാലക്കാട്. പാർലമെന്റിന്റെ നടത്തിപ്പിനായി എല്ലാ കക്ഷികളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു.
ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കളുമായി കിരൺ റിജിജു പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ഡിസംബർ 19 വരെയുള്ള സമ്മേളന കാലയളവിൽ ആണവോർജ്ജ ബിൽ ഉൾപ്പെടെ 14 ബില്ലുകൾ അവതരിപ്പിക്കും. നാളെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സഭയുടെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ കക്ഷികളുടെയും സഹകരണമുണ്ടാകണമെന്ന് യോഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ഇരു സഭകളിലെയും കക്ഷി നേതാക്കളുമായി അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. മുൻഗണനാ ക്രമമനുസരിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ യോഗത്തിൽ വ്യക്തമാക്കി. और मैं उम्मीद करता हूं कि विंटर सेशन अभी कल से शुरू होंगे और क्योंकि ये शीतकालीन है, विंटर सेशन है, ठंडा दिमाग से सब काम करें और ज्यादा गर्मा गर्म बहस ना हो, ये हम उम्मीद करते हैं. മുതിർന്ന കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ജെ.പി. നദ്ദ, അർജുൻ റാം മേഘ്വാളും ജയറാം രമേശ്, ഗൌരവ് ഗൊഗോയ്, പ്രമോദ് തിവാരി, മനോജ് ഝാ, ടി.ആർ. ബാലു തുടങ്ങി വിവിധ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം ഡൽഹി സ്ഫോടനം, വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം, ലേബർ കോഡ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി സഭയിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഡിസംബർ 19 വരെ നിശ്ചയിച്ചിട്ടുള്ള സമ്മേളനത്തിൽ 15 പ്രവൃത്തി ദിവസങ്ങൾ ലഭിക്കും. ആണവോർജ്ജ ബിൽ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ബിൽ തുടങ്ങി 14 ബില്ലുകൾ ശൈത്യകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. ജനം, ഡൽഹി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കുരുക്ക് മുറുകുന്നു. സോണിയയ്ക്കും രാഹുലിനുമെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇഡി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിധി പറയാനിരിക്കെയാണ് ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ സോണിയാഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് രാഹുലിനുമെതിരെ ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ കേസിൽ സോണിയ 1-ാം പ്രതിയും രാഹുൽ 2-ാം പ്രതിയുമാണ്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റേതാണ് നടപടി. എഫ്ഐആറിൽ രാഹുൽ, സോണിയ എന്നിവരെ കൂടാതെ സാംബിത് റോയയും മറ്റ് 3 വ്യക്തികളും പ്രതികളാണ്. അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മർച്ചന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് അനധികൃത പണമിടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഡൽഹി റോസ് അവന്യൂ കോടതി ഈ മാസം 16-ന് വിധി പറയാനിരിക്കെയാണ് ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ 2000 കോടി രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത്. 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടുകൾ 2013-ലാണ് പുറത്തുവന്നത്. കേസിൽ 2022-ൽ രാഹുലിനെയും സോണിയയെയും ചോദ്യം ചെയ്തിരുന്നു. ജനം, ഡൽഹി. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ എന്നറിയപ്പെടുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം കേരള രാജ്ഭവനും കേരള ലോക് ഭവനായി കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കും. ബ്രിട്ടീഷ് കൊളോണിയൽ പൈതൃകത്തിൽ നിന്നുള്ള മോചനമെന്ന നിലയിലാണ് പേരുമാറ്റം. രാജാവിന്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ വസതി എന്നർത്ഥം വരുന്ന രാജ്ഭവനിൽ നിന്നും ജനങ്ങളുടെ വസതി എന്നർത്ഥം വരുന്ന ലോക് ഭവനിലേക്കാണ് പേരുമാറ്റം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിജ്ഞാപനം പുറത്തിറക്കും. ഇതോടെ ഗവർണറുടെ ഔദ്യോഗിക വിലാസം ലോക് ഭവൻ കേരള എന്നാകും. കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം അംഗീകരിച്ച് നവംബർ 25-ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. തുടർന്ന് അസമിലും ബംഗാളിലും രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കി മാറ്റിയിരുന്നു. വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതികളുടെ പേര് രാജ്നിവാസ് എന്നതിൽ നിന്നും ലോക് നിവാസ് എന്നാക്കി മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കുക, സാധാരണക്കാരുമായി രാജ്ഭവനുകൾക്കുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കുക എന്നതെല്ലാം പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ട്. ജനം, തിരുവനന്തപുരം. നവംബർ മാസം ഭാരതം ഒരുപാട് അഭിലാഷങ്ങൾ നിറവേറ്റിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവും ഭരണഘടനാ ദിനാചരണവും അയോധ്യയിൽ ധ്വജാരോഹണവും നടന്നു. 3000 ടണ്ണിലേറെ ധാന്യങ്ങൾ കഴിഞ്ഞ വർഷം ഭാരതം ഉൽപ്പാദിപ്പിച്ചു. സ്പോർട്സ് രംഗത്തും വലിയ പുരോഗതി നേടി. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും യുവാക്കളുടെയും ആത്മാർത്ഥതയാണ് ബഹിരാകാശ രംഗത്തും ശാസ്ത്രരംഗത്തുമുള്ള നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമാണ്. കേരളത്തിലെ ആയോധനകലയായ കളരിയെ പരാമർശിച്ച പ്രധാനമന്ത്രി കളരിപ്പയറ്റിലെ പാരമ്പര്യ ആയുധമായ ഉറുമി INS മാഹിയിൽ പ്രതീകമായി ഉപയോഗിച്ചതായും കൂട്ടിച്ചേർത്തു. एयरक्राफ्ट की मेंटेनेंस, रिपेयर एंड ओवरहॉल के सेक्टर में
भारत ने ये बहुत बड़ा कदम उठाया है। पिछले हफ्ते मुंबई में एक कार्यक्रम के दौरान INS माहे को भारतीय नौसेना में शामिल किया गया। पिछले ही हफ्ते भारत के स्पेस इकोसिस्टम को स्काई रूट के इन्फिनिटी कैंपस ने नई उड़ान दी है। ये भारत की नई सोच, इनोवेशन और यूथ पावर का प्रतिबिंब बना है। साथियों, कृषि क्षेत्र में भी देश ने बड़ी उपलब्धि हासिल की। भारत को कॉमनवेल्थ खेलों की मेजबानी का भी ऐलान हुआ। ये उपलब्धियां देश की है, देशवासियों की है। തിരികെ വാർത്തയിലേക്ക്. ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന HRDSനെ പറ്റി പ്രിയ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? രാജ്യത്തെ പ്രധാനപ്പെട്ട സർക്കാരിതര സംഘടനയാണ് HRDS. HRDS തെളിയിച്ച സാമൂഹ്യ സേവന പാത ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. വികസിത ഭാരതത്തിനായി കഴിവുറ്റ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളെ HRDS വീര സവർക്കറുടെ പേരിൽ ആദരിക്കുകയാണ്. ഡിസംബർ 10 ഡൽഹി NTMC കൺവെൻഷൻ സെന്ററിലാണ് വീര സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്റ്റ് അവാർഡ് 2025 വേദിയൊരുങ്ങുന്നത്. ഈ വാർത്തയോടെ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആത്യന്തികമായ വികസനത്തിലൂടെ മാത്രമേ വികസിത രാഷ്ട്രമെന്ന സ്വപ്നം പൂവണിയൂ. ആ സങ്കല്പത്തിലൂന്നി അഹോരാത്ര പരിശ്രമത്തിലാണ് HRDS എന്ന ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി. വനവാസി വിഭാഗങ്ങൾ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണെങ്കിലും അവഗണന തിരിച്ചറിഞ്ഞാണ് കാടിന്റെ മക്കൾക്കായി HRDS സദ്ഗ്രഹ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അട്ടപ്പാടിയിൽ, അതേപോലെ തന്നെ വയനാട്ടിൽ കൂടുതൽ നടന്നില്ല. അട്ടപ്പാടിയിൽ 294 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. അവിടെ ഇപ്പോൾ അവരൊക്കെ താമസിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ വ്യാപകമായിട്ട് ഭാരതത്തിൽ മുഴുവനും ഈ തരത്തിലുള്ള ആദിവാസി മേഖലയിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് സദ്ഗ്രഹ. ആ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒറീസയിൽ നടക്കുന്നുണ്ട്. അതേപോലെ മണിപ്പൂരിലും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1997 ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ രജിസ്റ്റർ ചെയ്ത സർക്കാരിതര സംഘടനയായ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്താണ് തങ്ങളുടെ നിയോഗമെന്നും ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനം. കാശ്മീരിൽ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് വീട് പുനർനിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ട് അത് അവിടെ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെ നമ്മുടെ ആ ഡിസൈനൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ച് അവിടെയുള്ളവർക്ക് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിലാണ് നമ്മുടെ ഡിസൈൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവരത് അംഗീകരിച്ചു. ആ വീടുകളുടെ നിർമ്മാണത്തിന് HRDSനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റേതായിട്ടുള്ള എല്ലാ സഹകരണത്തോടും കൂടി തന്നെ അവിടെ HRDS വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു. അതിപ്പോൾ ഒരു 3 ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. വികസന ഭാരതത്തിനായി ദേശീയതയിലൂന്നി സംഭാവന നൽകിയ മഹത് വ്യക്തിത്വങ്ങളെ HRDS ആദരിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി, ഉറച്ച ദേശസ്നേഹത്തിന്റെ പ്രതീകം, അനശ്വര ദേശഭക്തിയും അചഞ്ചലമായ ദേശീയ ദർശനവും നിറഞ്ഞ വീര സവർക്കറുടെ പേരിൽ പുരസ്കരിക്കുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോരുത്തരും അവരുടെ മേഖലയിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ, അവർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാനും അതിലെല്ലാം തന്നെ നമ്മുടെ ഭാരതത്തിൻ്റേതായിട്ടുള്ള സംസ്കാരവും അത് നിലനിർത്തിക്കൊണ്ട് അതിനെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നവരും ആയിട്ടുള്ളവരാണ്.
വീര സവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് 2025 ഡിസംബർ 10 ഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് 3 മുതൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിന് തിരിതെളിക്കും. മറ്റു കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ MP-മാർ, സംസ്ഥാന മന്ത്രിമാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഭാഗമാകുന്നു. ജനം, ഡൽഹി.